നമുക്ക് 3 ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ 3 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കുക, ഇതാണ് AB സെക്ഷൻ, ഇത് BC സെക്ഷൻ, ഇത് CD സെക്ഷൻ. അപ്പൊ നോക്കുക, ഇതിൽ നമുക്ക് ഇവിടെ 12 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യ സെക്ഷൻ നമുക്ക് ഇങ്ങനെ ഫോർമുല ചെയ്താന്ന് പറഞ്ഞാൽ ഡെൽറ്റ L ഈക്വൽ ടു കണ്ടുപിടിക്കാൻ ഡെഫൈൻ ദ ഇലോങ്ങേഷൻ ഓഫ് റോഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഡയമീറ്റർ സെയിം ആണ് അല്ലേ, എല്ലാത്തിനും ഡയമീറ്റർ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏരിയ സെയിം ആണ്, അതേപോലെ യങ്സ് മോഡുലസ് സെയിം ആണ്. അപ്പം 1/AE ഇൻറ്റു P1 L1 ഉണ്ട്. ലോഡ് വ്യത്യാസമുണ്ട്, ലെങ്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ P1 L1 പ്ലസ് P2 L2 പ്ലസ് P3 L3, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിന് നമുക്ക് ഏരിയ നമുക്കറിയാം എന്താണ്, ഏരിയ 5/4 ഇൻറ്റു D സ്ക്വയർ. D തന്നിട്ടുണ്ട് എത്രയാണ്, 50 സ്ക്വയർ ആണ്. ഇൻറ്റു യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് 2 × 10⁵ ആണ്, അത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്, P1 L1 തന്നിട്ടുണ്ട് എത്രയാണ്, 1500 പ്ലസ് L2 തന്നിട്ടുണ്ട്. P2 അറിയത്തില്ല, അപ്പോൾ P2 ഇൻറ്റു L2 എത്രയാണ്, 1000 ആണ്, പ്ലസ് P3 നമുക്ക് കണ്ടുപിടിക്കണം. P3 ഇൻറ്റു L3 എത്രയാണ്, 1500. അപ്പോൾ ഇതിൽ നമുക്ക് P1 P2 P3 കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഇതിനെ എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇതിനെ നമുക്ക് 3 ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ AB നമുക്ക് എടുക്കാം. AB നമുക്ക് ഇങ്ങനെ ഓക്കെ, AB നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നോക്കുക, ഈ AB മാത്രം നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. AB മാത്രം ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എത്രയാണ്, 12 ന്യൂട്ടൺ. അപ്പൊ ഇത് P1ന്റെ വാല്യൂ എത്രയായിരിക്കും, 12 ന്യൂട്ടൺ ആണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അതേപോലെ P3, അപ്പൊ നമുക്ക് ഈ 12 ന്യൂട്ടൺ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കുക, ഇവിടെ 2 ന്യൂട്ടൺ ഇങ്ങോട്ട് ആക്ട് ആവുന്നുണ്ട്, അതേപോലെ 4 ന്യൂട്ടൺ ഇങ്ങോട്ട് ആക്ട് ആവുന്നുണ്ട്, അതേപോലെ 10 ന്യൂട്ടൺ ഇങ്ങോട്ട് ആക്ട് ആവുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, അകത്തോട്ട് വരണമെങ്കിൽ ഈ AB അകത്തോട്ട് വരണ ആരോ അകത്തോട്ട് വരണമെങ്കിൽ -2 കൊടുക്കുക, വെളിയിലോട്ട് പോകണമെങ്കിൽ പ്ലസ് കൊടുക്കുക. അപ്പൊ ഇത് 4 + 4 ആണ്, അതേപോലെ ഇത് 10 + 10 ആണ്. അപ്പൊ 14 4 എത്ര, 12 കിട്ടും. അപ്പൊ P1 = 12 ന്യൂട്ടൺ. അതെടുത്ത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ടാമത്തെ കേസ് എടുക്കാം, ഈ ലാസ്റ്റുള്ള കേസ് എടുക്കാം. ലാസ്റ്റുള്ള കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് P3 കണ്ണോടെ എഴുതാൻ പറ്റും. എത്രയാണ്, 10 ന്യൂട്ടൺ. എന്തുകൊണ്ട്, ഈ സൈഡ് കാണുമ്പോൾ തന്നെ അറിയാം, റൈറ്റ് ഹാൻഡ് സൈഡ് 10 ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 10 ആയിരിക്കും, ഉറപ്പായിട്ടും ആയിരിക്കും. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം, ഈ CD ഇങ്ങനെ നോക്കുമ്പോഴേ CD ഈ സൈഡ് പറഞ്ഞാൽ 4 അകത്തോട്ടാണ് പറഞ്ഞത്, -4. ഈ CD സംബന്ധിച്ചിടത്തോളം ഈ 2ഉം 12ഉം വെളിയിലോട്ടാണ് പോകുന്നത് ആരോ. അപ്പൊ എത്രയാണ്, +12ഉം +2ഉം. അപ്പൊ എത്ര, 14 4 എത്രയാണ്, 10 ന്യൂട്ടൺ. ഇങ്ങനെയാണ് നമുക്ക് P3 കിട്ടിയത്. അപ്പൊ അതെടുത്ത് ഇവിടെ കൊണ്ട് കൊടുക്കുക. ക്ലിയർ ആണോ? അതായത് ലെഫ്റ്റിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, ലെഫ്റ്റിൽ പോണ ഫോഴ്സ് ഈക്വൽ ടു റൈറ്റിൽ പോണ ഫോഴ്സ്. അപ്പൊ ഇവിടെ ഈ ABയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇങ്ങനെ സെന്ററിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ലെഫ്റ്റിൽ പോണ ഫോഴ്സ് എത്രയാണ്, 12 ന്യൂട്ടൺ. അതങ്ങനെയാണ് P1 12 കിട്ടിയത്. അത് ശരിയാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, ഈ ഈ ഈ വര വരച്ചേക്കുന്ന ABയുടെ സെന്ററിൽ കൂടെ ഇപ്പുറത്തെ സൈഡ് നോക്കുക. അപ്പൊ 2 അകത്തോട്ട് വന്നോണ്ട് -2, 4 വെളിയിലോട്ട് പോകണോണ്ട് +4, ഈ 10 പ്ലസ് വെളിയിലോട്ട് പോകണം +10. അങ്ങനെയാണ്, അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്, 12 തന്നെ കിട്ടും, കറക്റ്റായിട്ട് കിട്ടും. സിമിലർലി ഈ CD എടുക്കുകയാണെങ്കിൽ CD ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ CD റൈറ്റ് സൈഡ് എത്രയാണ്, 10 ന്യൂട്ടൺ. അപ്പോൾ P3യുടെ വാല്യൂ നമുക്ക് ഫിക്സ് ചെയ്യാം, എത്ര, 10 ന്യൂട്ടൺ ആണ്. അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിന്റെ സൈഡ് ലെഫ്റ്റ് സൈഡ് നോക്കുക. ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ 4 അകത്തോട്ട് വരണം, അപ്പോൾ -4. അടുത്ത 2ഉം 12ഉം വെളിയിലോട്ടാണ് പോകുന്നത്, ആരെ വെളിയിലോട്ടാണ്. അപ്പോൾ 14 4 എത്ര, 10 ന്യൂട്ടൺ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിന്റെ സെന്ററിലുള്ള കണ്ടുപിടിക്കാം. BC എടുക്കാം. BC എടുക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഇവിടെ ഞാൻ ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. വരയ്ക്കുമ്പോൾ ഈ 4 വെളിയിലോട്ടാണ് പോകുന്നത്, അപ്പോൾ +4. അതേപോലെ 10 വെളിയിലോട്ടല്ലേ പോണത്, അപ്പോൾ +10. അപ്പം നമുക്ക് 14 കിട്ടും. അപ്പം P3യുടെ വാല്യൂ എത്രയാണ്, P2ന്റെ വാല്യൂ എത്രയാണ്, 14 ന്യൂട്ടൺ ആണ്. സിമിലർലി ശരിയാണോ ചെക്ക് ചെയ്യുക. ഇപ്പുറത്തെ സൈഡ് നോക്കാം, ഇപ്പുറത്തെ സൈഡ് 2 വെളിയിലോട്ടാണ് പോകുന്നത്, അപ്പോൾ +2. അതായത് 12 വെളിയിലോട്ടാണ് പോകുന്നത്, +12. അപ്പോൾ നമുക്ക് എത്ര, 14 ന്യൂട്ടൺ. അപ്പോൾ P2ന്റെ വാല്യൂ എത്രയാണ്, 14 ന്യൂട്ടൺ. ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായോ?